പ്രശാന്ത്, യു പിയിലെ യോഗി ആദിത്യനാഥ് മറ്റൊരു അത്ഭുതം കൂടി സൃഷ്ടിക്കുകയാണ്. അതായത് അവിടെ ആരും ഈ അനാഥമാകുന്നില്ല. എന്നുവെച്ചാൽ വിഭജന കാലത്ത് ഇടം തേടി വന്നവരെ കൈവിടുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഈ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള അന്ന് ഇന്ത്യ വിഭജന സമയത്ത് ഇന്ത്യയിൽ നിന്നും വളരെ കൂടുതൽ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവർ പാകിസ്ഥാനിലേക്ക് പോയി. അതുപോലെ പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരേണ്ടവർ ഇന്ത്യയിലേക്ക് വന്നു. കാരണം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു രാജ്യമായിട്ട് അങ്ങ് രൂപീകൃതമായിരുന്നു. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് മതേതര ജനാധിപത്യ രാജ്യമായിട്ടാണ് അന്നേ ഉണ്ട്. അപ്പം ഇവിടുന്ന് ആ മതരാഷ്ട്ര സംവിധാനത്തോട് കൂടുതൽ അടുപ്പമുള്ള ആൾക്കാർ അങ്ങോട്ട് പോയി. അതിനകത്തുനിന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം പരിശോധിക്കുമ്പോൾ നമ്മുടെ കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും ഉൾപ്പെടെയുള്ളവർ അന്ന് പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. അത് അവിടെ ഇപ്പോൾ ശത്രു സ്വത്ത് കിടപ്പുണ്ട്. കാരണം ഈ എനിമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ നമ്മൾ ദിവസം ഒരു കാര്യം പരിശോധിച്ചപ്പോൾ അവിടെ ഉണ്ട്. നമ്മൾ അത് അത്ഭുതപ്പെട്ടു കേട്ടോ സത്യം പറഞ്ഞത്. അന്ന് അവിടെ നിന്നൊക്കെ പാകിസ്ഥാനിൽ പോകാന്ന് പറഞ്ഞാലേ അവരൊക്കെ ഇപ്പോൾ എവിടെ ആയിരിക്കും എന്നൊക്കെ അതിനെ പറ്റിയുള്ളൊരു ചിന്ത വന്നു. അപ്പം അവിടെ നിന്ന് വന്നിട്ടുള്ളവർ 75 കൊല്ലം ആകുമ്പോഴും അവിടെ നിന്ന് വന്നിട്ടുള്ളവർക്ക് ഭൂമി കൊടുത്തു, അല്ലെങ്കിൽ ഒരു ചില പ്രത്യേക സ്ഥലത്തൊക്കെ അവർ താമസിക്കുന്നുണ്ടാവും. ആ സ്ഥലം അവരുടെ ഭാഗമല്ലാതാണ് ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ അവിടെ വീട് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ധാരാളം കാലം കൊണ്ട് കൃഷി സ്ഥലമായിരിക്കാം. പക്ഷേ ഇപ്പോഴും ഇല്ല, മുനമ്പത്ത് നിവാസികൾക്ക് പറ്റിയ പോലെ അവരുടെ പേരിലല്ല ഭൂമി. പേരിലില്ലാത്ത ഭൂമി ആയതുകൊണ്ട് ആ ഭൂമി കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. നാളെ കാലത്ത് ഈ ഭൂമി ഒന്ന് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു അവസ്ഥ. ഇപ്പം നമുക്കൊരു കുറച്ച് ഭൂമി ഉണ്ടായാലും ആ ഭൂമിയുടെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ആ ഭൂമി കൊണ്ടൊരു വില, എന്തിനും ഒരു വില ഉണ്ടാവണമല്ലോ സാറേ. ഇപ്പോൾ ഭൂമിയാണെങ്കിൽ ഭൂമിക്ക് വില വേണമെങ്കിൽ അതിന് രേഖ വേണം. വിലയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വേറെ കൊടുക്കുമ്പോൾ എത്ര രൂപ, ഒരു സെൻറ്റിന് 10 ലക്ഷം രൂപ, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ, ഒരു 10,000 രൂപ, അതിന് ഓരോരുത്തർ. അപ്പോൾ അതിന് ആ രീതിയിലേക്ക് അതുപോലെ ഇവിടെ കൊണ്ടുവച്ചിട്ടാൽ ഇതിനൊരു നമുക്കറിയാമല്ലോ, അതിനൊരു ബാങ്കിൽ കൊണ്ടുവച്ചാൽ ലോൺ കിട്ടും. എന്ന് വെച്ചാൽ പണയ വസ്തുവായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതൊരു ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് വഴിയിൽ നമ്മുടെ റോഡിൽ കിടന്നുറങ്ങുന്ന പോലുള്ള ഒരു അവസ്ഥയില്ല. അപ്പോൾ അതിന് മാറ്റം വരാൻ പോവുകയാണ്. അതിന് മാറ്റം വരാൻ പോകുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അവർക്ക് അർഹമായതാണോ എന്ന് പരിശോധിക്കും. ഈ ഭൂമി അവർ ഇവർ കയ്യേറുന്ന സമയത്തും അല്ലെങ്കിൽ ഏത് തരം ഭൂമിയായിരുന്നു എന്ന് പരിശോധിക്കും. അല്ലെങ്കിൽ ഇത് ആരുടെയും കയ്യിൽ നിന്ന് ഇവർ പാട്ടത്തിന് തരപ്പെടുത്തിയിട്ട് അവരെ പറ്റിച്ച് ഭൂമി കൈക്കലാക്കാൻ വേണ്ടി ഇത്തരത്തിൽ കാര്യം പറയുകയാണോ എന്ന് പരിശോധിക്കുക. അതായത് കൃത്യമായ രീതിയിൽ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ഈ ക്ലെയിമുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഭൂമി നഷ്ടപ്പെട്ട ആൾക്കാർ, ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾ, അവരെ കൃത്യമായിട്ട് പരിശോധിച്ച് അവർക്ക് ഭൂമി നൽകുന്നതിന് വേണ്ടി യു പിയിലെ യോഗിയുടെ ഭാഗത്തു നിന്നുള്ള സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രാഥമിക പരിശോധനകൾ കളക്ടറുടെയും അല്ലെങ്കിൽ അത്തരത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഇനിയും അതിൻ്റെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ വേറെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുമ്പം വേറൊരു കാര്യമെന്ന് പറയുമ്പോൾ ഈ സമയത്ത് ഇന്ത്യ വിഭജന സമയത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ഈ പറഞ്ഞ നമ്മുടെ കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ഉള്ളവർ പോയാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവിടെ അന്ന് ഇന്ത്യ വിഭജനത്തിന് കാരണമായിട്ടുള്ള മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, ആ മുസ്ലിം ലീഗ് അന്ന് കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ ചെന്നിട്ട് ജിന്നയെ കണ്ട് ചോദിച്ചെന്നാണ് പറയുന്നത്, ഞങ്ങളെ കൂടെ ചേർക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ജാതീയമായിട്ട് ഒരു രാജ്യം വരിക, ആ രാജ്യത്തോട്ട് പോകാനുള്ളൊരു ത്വര, അതൊരു വേറെ എന്തോ ഒരു പ്രത്യേക മാനസികാവസ്ഥയായിരിക്കും. അപ്പം നമ്മളതിന് വർഗീയതയൊന്നും പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ചിലപ്പം ആ ഒരു മതവും അതിൻ്റെ സംവിധാനവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നതിന് അങ്ങനെ അവർ മാത്രമുള്ള ഒരു രാജ്യവും അവർ മാത്രമുള്ള സംവിധാനമാണെന്ന് അന്നത്തെ കാലത്ത് ധരിച്ചിട്ടുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെ ധരിച്ചവർ ഇപ്പം ഈ അവരുടെ ഭാഗമായിട്ടുള്ളവർ വിചാരിക്കും ഇത് തന്നെയാണ് നല്ലത്, അതിനെക്കാട്ടി നല്ലപോലെ അവരുടെ ഭാഗം നിൽക്കാൻ പറ്റുന്നതും അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്നതും ഈ മതേതര സംവിധാനമുള്ള ഇന്ത്യയിലാണെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെയല്ല ഇപ്പം പ്രശ്നം. ഇപ്പം അന്ന് ഈ ഇവിടുന്ന് പാകിസ്ഥാനിൽ പോയവരുടെ ഭൂമി ഇവിടെ ഭൂമി അല്ലെങ്കിൽ എനിമി പ്രോപ്പർട്ടി ആയിട്ട് കിടക്കുകയാണ്. അല്ലെങ്കിൽ അവിടുന്ന് വന്നിട്ടുള്ള ഹിന്ദുക്കൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളവരെ ആ ഗവൺമെൻറ് അങ്ങനെ അന്നേരം തന്നെ എടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ഇതനുസരിച്ച്. പിന്നെ തിരിച്ചു ചെന്നാൽ പോലും കിട്ടാത്തൊരവസ്ഥയാണ്. പക്ഷേ അന്ന് പാകിസ്ഥാനിൽ നിന്ന് എന്തിനു മുസ്ലിങ്ങൾ ഇവിടെ വന്നു? മുസ്ലിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് പാകിസ്ഥാനിൽ നിന്ന് എന്തിനു മുസ്ലിങ്ങൾ ഇവിടെ വന്നു? അന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിങ്ങളും യു പിയിലെയും ഇന്ത്യയിലെയും പല ഭാഗങ്ങളിലും താമസിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവർക്ക് ഭൂമി കൊടുക്കുന്നതിനോ അവർക്ക് ഇവിടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിനോ ഒന്നും അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ അവരെന്തിനിവിടെ വന്നു? അതൊരു സംശയാസ്പദമായ ചോദ്യമാണ്. നമ്മളീ പറയുമ്പം ആ മുസ്ലിങ്ങളെന്ന് പറയുന്നവർ ആ രാജ്യം അന്നത്തെ കാലത്ത് ഇപ്പം 75 കൊല്ലം മുമ്പുള്ള സമയം പറയുന്നത്, 47 അന്ന് ആ രാജ്യമാണ് സുരക്ഷിതം, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രാജ്യമാണെന്ന് കണ്ട് കുറേ ജിന്നയുടെ കാലം വരെയെങ്കിലും അവിടെ സുരക്ഷിതമായിരുന്നു. ആ സമയത്ത് വിഭജന സമയത്ത് അവിടുത്തെ മുസ്ലിങ്ങൾ ഇങ്ങോട്ട് എന്തിനാണ് വന്നെന്നുള്ള കാര്യത്തിനകത്ത്
സംശയം അല്ലെങ്കിൽ അവരെ പരിശോധിക്കുന്നുണ്ട്. അവർക്ക് ഈ പറയുന്ന പോലെ ഭൂമി കൊടുക്കുന്നതിനകത്ത് ഈ വരിയിനകത്ത് എന്തെങ്കിലും അജണ്ട ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നേരല്ലാത്ത കാര്യമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവർ വരുന്നതിന് അവർക്ക് അത്തരത്തിലൊരു എന്താണ് അവർക്ക് പ്രചോദനമായത്, അല്ലെങ്കിൽ എന്താണ് അവരെ അവിടുന്ന് നിൽക്കാൻ വയ്യാതെ അവിടെ നിന്ന് ഓടിപ്പോരേണ്ട അവസ്ഥയാണോ, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അല്ലെങ്കിൽ പ്രോപ്പർട്ടികൾ അവരുടെ ഭാഗമാക്കി കൊടുക്കത്തുള്ളൂ. അതായത് അതിനകത്ത് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനൊക്കെ നമുക്ക് തെറ്റ് പറയാനൊക്കത്തില്ല. ഇപ്പം യു പിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഫാൽ വിഷയം സാറിന് പരിശോധിച്ചാൽ മനസ്സിലാകും. സംഫാൽ വിഷയം പരിശോധിക്കുമ്പോൾ 46 കൊല്ലം മുമ്പ്, അതായത് സ്വാതന്ത്ര്യം 46 കൊല്ലം മുമ്പ് അവിടെ ഒരു കലാപം ഉരുത്തിരിച്ച് ഏതാണ്ട് 180 പേരെ കലാപത്തിൽ മരിക്കുന്നു. ആ കലാപം അന്ന് ഉരുത്തിരിയാൻ കാരണം എന്ന് പറയുമ്പോൾ ആ കലാപത്തിൽ ഒരു പള്ളിയുടെ ഉസ്താദിനെ കൊല്ലുന്നതാണ്. ഉസ്താദിനെ കൊന്നതാരാന്ന് പോലും അറിയത്തില്ല. അതിനുശേഷം ഒരു കലാപം ഉരുത്തിരിയുന്നു. ആ കലാപത്തിനകത്ത് അവസാനം നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ അതിനൊരു അജണ്ട ഉണ്ടായിരുന്നു. ആ കലാപത്തിനകത്ത് കുറേ ആൾക്കാരെ കൊല്ലുന്നു, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ആ പ്രദേശം വിട്ടു പോകുന്നു. ആ പ്രദേശം വിട്ട് പോയ ആൾക്കാരെല്ലാം ഹിന്ദുക്കളാവുന്നു. ആ പ്രദേശം വിട്ട് പോയ ആൾക്കാരുടെ അമ്പലങ്ങൾ കച്ചവടയ്ക്കുന്നു. ആ പ്രദേശം വിട്ട് പോയ ആൾക്കാരുടെ അമ്പലങ്ങളും അവരുടെ അമ്പലത്തിനകത്ത് നിന്ന് ഈ ഇതിൻ്റെ കിണറുകളും ഒക്കെ ഈ ആ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ഇട്ട് മൂടുന്നു, അല്ലെങ്കിൽ അടച്ചു വയ്ക്കുന്നു. അപ്പോൾ പിന്നെ ആ പ്രദേശത്തോട്ട് അവരന്ന് ആട്ടിയോടിക്കപ്പെട്ട ആൾക്കാർക്ക് ഒരിക്കലും ഈ നിമിഷം വരെ തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. അവിടെ ഈ പറയുന്നത് പോലെ വീണ്ടും ആരോ തിരിച്ചറിവ് പോലെ ആ പള്ളി പണ്ട് അമ്പലം പൊളിച്ച് പണിഞ്ഞതാണെന്നും അത് പരിശോധിക്കണമെന്നും അതിന് തെളിവുകളുമുണ്ടെന്നും തെളിവുകൾ നടത്തി കോടതിയിൽ കൊടുക്കുമ്പോൾ കോടതി അതിനെ പരിശോധിക്കാൻ അവസരവും അല്ലെങ്കിൽ അതിന് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു വിഷയം നടക്കുകയാണ്. ആ വിഷയം പ്രശ്നമാകുന്നു. അതിനകത്ത് യോഗി ആയതുകൊണ്ട് കൃത്യമായിട്ട് ഇടപെടുന്നു. അത് യോഗിക്ക് ആദ്യത്തെ ഇടപെടിയിനകത്ത് തന്നെ മനസ്സിലാവുന്നു ഇതിനകത്ത് ആരോ കൊണ്ടൊരു ഭാഗം നിൽക്കുന്നു. അതിനകത്ത് SP യുടെ ഭാഗമായിട്ടും ഈ പറയുന്നത് പോലെ ഒരു MP ഉണ്ടാകുന്നു. ആ MP ഒരു ഭാഗം നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ MP പോകുന്നു. പ്രതിപക്ഷ നേതാവും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും പറയുന്നു, ഒരു ധ്രുവീകരണത്തിൻ്റെ സ്വരം ഉണ്ടാക്കുന്നു. അതൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ധ്രുവീകരണമൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ മറികടന്ന് അവിടെ നടക്കുന്ന സംഭവം എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് അത് പൊതുജനത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി യോഗി തീരുമാനിക്കുന്നു. യോഗി അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം അതൊരു ഇസ്ലാമോഫോബിയയുടെ ഭാഗമാകുന്നു. അന്ന് നടത്തിയ അക്രമത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ആ വലിയൊരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടം എവിടെ നിന്നാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ഇതുവരെ തിരിച്ചറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ പ്രദേശത്തില്ലാത്ത 2000-ഓളം പേരെ പോലീസിൻ്റെ ക്യാമറയിൽ പതിയുന്നു. അവിടെ നടത്തിയ വെടിവെയ്പ്പ് പോലീസ് അല്ലാത്ത വെടിവെയ്പ്പ് പോലീസിൻ്റെ ഭാഗമായിട്ടാണെന്ന് വരുത്തി തീർക്കുന്നു. 5 പേര് മരിക്കുന്നു. പോലീസ് വെടിവെച്ച ഷെല്ലുകൾ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാൻ്റെതാവുന്നു. അതായത് ഇത് എത്ര കാലം കൊണ്ടുണ്ട്? സ്വാതന്ത്ര്യാനന്തരം സംഭവിക്കുന്നതാണല്ലോ. ഇപ്പോഴും പാകിസ്ഥാൻ്റെ സാന്നിധ്യം അവിടെ വരണമെങ്കിൽ ആ സാന്നിധ്യം നിലനിർത്താൻ സംഫാലിൽ ആളുണ്ടാവണമെങ്കിൽ ഇതേ രീതിയിൽ അന്ന് പാകിസ്ഥാൻ വിഭജിച്ച സമയത്തെ ഈ ഒരു അജണ്ടയുമായിട്ട് ആരെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ഒരു കാലത്തും അങ്ങനെ ഉദ്ദേശിക്കത്തില്ല. ആ രീതിയിൽ പോലും വളരെ കാലേ കൂട്ടി അജണ്ടകളുടെ ഭാഗമായിട്ട് ആരെങ്കിലും അന്ന് ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? ഉണ്ടാവത്തില്ലായിരിക്കാം. പക്ഷേ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പാകിസ്ഥാൻ വിഭജിക്കുന്ന സമയത്ത് വിഭജന സമയത്ത് ഇപ്പോഴാണെങ്കിൽ പിന്നെയും അവിടെ പ്രശ്നമുണ്ടെന്ന് ആ സമയത്ത് അവിടുന്ന് പാകിസ്ഥാനികൾ എന്തിന് ഇന്ത്യയിൽ വന്നു? അവർക്കും ഭൂമി കൊടുക്കും. പക്ഷേ അവർ വന്നതിൻ്റെ കണക്കും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തിനു വന്നു എന്ന് വ്യക്തത വരുത്തേണ്ട ഒരു ആവശ്യം ഗവൺമെൻറ്റിനുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ ഭൂമി 10,000-കണക്കിന് വരുന്ന ഹിന്ദുക്കൾക്ക് അവർക്ക് ഭൂമി ഉണ്ടാവാൻ പോകുന്നു. അന്ന് വന്ന മുസ്ലിങ്ങൾക്കും ഭൂമി ഉണ്ടാകാൻ പോകുന്നു. അന്ന് വന്ന ബുദ്ധന്മാർക്കും അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് എല്ലാവർക്കും ഭൂമി ഉണ്ടാകാൻ പോകുന്നു. ഒരു നല്ല നാളേക്ക് അവർ പോകുന്നു. അതിനുവേണ്ടി യോഗി തീരുമാനമെടുക്കുന്നു. പക്ഷേ എല്ലാം സുതാര്യമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അതിനുവേണ്ടി യോഗി ആഴത്തിലേക്ക് പരിശോധന നടത്തുന്നു.